അപ്പോൾ അതെല്ലാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. സന്താമോണിക്കയും വീണയായിട്ട് എന്താണ് ബന്ധം? വീണ എത്രയോ ദിവസങ്ങൾ ഇയാളുടെ അതിഥിയായിട്ട് താമസിച്ചിട്ടുണ്ട്. ഈ ഡെന്നിസിൻ്റെ അതിഥിയായിട്ട്. പിന്നെ കോട്ടയത്ത് അല്ല ഇവിടെ എറണാകുളത്ത് അബാദ് ഹോട്ടലിൽ എത്രയോ ദിവസങ്ങൾ വീണ താമസിച്ചിരിക്കുന്നു. പ്രൊഫഷണലായിട്ട് ഈ ദല്ലാൽ പണി ചെയ്യുന്ന ഒരാളാണ് പിണറായി വിജയൻ. അല്ല, ഇതിനകത്ത് ഇവർക്ക് ഈ പുള്ളിക്ക് ഒരു കമ്മ്യൂണിസവും ഇല്ല, ഒരു ആ തരത്തിലുള്ള യാതൊരു ഇതെല്ലാം ഒരു ഇസം പറഞ്ഞിട്ട് ആളുകളെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ നടക്കുന്നത്. ഈ ചിന്താ ജെറോം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വെറും ഒരു ലോ ലെവൽ ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് ഇവർ കുട്ടികളുടെ മനസ്സിൽ വേറെ ഒരു ഈ ഇത്തരം അധമ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. നമസ്കാരം. നമ്മൾ സംസാരിച്ച് കൊണ്ടിരുന്നത് പിണറായി വിജയൻ്റെ കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മളത് തുടരുകയാണ്. അപ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന, അല്ലെങ്കിൽ പലരും പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പുറത്ത് പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു ശവസംസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ കുടുംബസമേതം ഭാര്യയും ചെറുമകനും മകളും ഒപ്പം നോർവേയിലേക്ക് പോയതിൽ ഒരു ദുരൂഹത മണത്തിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈസ്റ്റേൺ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിൽപ്പനയുമായി ബന്ധപ്പെട്ടെന്നാണ് അറിയുന്നത്. അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാം? അതിനെക്കുറിച്ച് ഞാനും കേട്ടിരുന്നു. കാരണം ഈസ്റ്റേൺ നമ്മുടെ ഇടുക്കിയിൽ ഉള്ള ഒരു അടിമാലി ഗ്രൂപ്പാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഈ പിണറായിട്ട് വളരെ അടുപ്പമുള്ള ചില ആളുകളും ഈ ഈസ്റ്റേണിൻ്റെ ചില ആളുകളും നമ്മുടെ ചില ആളുകളുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ അവർ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. കാരണം ഈ ഈസ്റ്റേൺ ഇങ്ങനെ ഒരു വിദേശ കമ്പനിക്ക് ഒരു അതിൻ്റെ ഷെയർ കൈമാറിയ സമയത്ത് അപ്പം അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. നമ്മുടെ ബ്രാഹ്മിൺസ് അങ്ങനെ ഷെയർ ഇവർക്ക് അസീം ജസ്ബിയുടെ കമ്പനിക്ക് കൊടുത്തു. അങ്ങനെ ഒട്ടനവധി ഗ്രൂപ്പുകൾ അങ്ങനെ വലിയ രൂപത്തിലുള്ള ഷെയർ കൈമാറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഈ സ്റ്റാർട്ടപ്പുകളെ പോലും 10, 400, 500 കോടി രൂപ കൊടുത്തിട്ട് സ്റ്റാർട്ടപ്പുകളെ പോലും വാങ്ങുന്നുണ്ട്. ഇതൊക്കെ അതിലും വലിയ ഡീലാണല്ലോ നടന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇടപെടാറുണ്ടെന്ന് നമ്മൾ മറ്റു പല കേസിൽ നമ്മൾ കേൾക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ദല്ലാള്, ഈ നമ്മൾ ദല്ലാൾ നന്ദകുമാറിനെ കുറ്റം പറയാറുണ്ട്. അതുപോലെ ഒരു ദല്ലാളാണ്. അതുപോലെ തന്നെ വേറൊരു ദല്ലാളാണ് പിണറായി വിജയനും. ഇത്തരം സമാനമായ കാര്യങ്ങൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ രംഗത്തുള്ള പലരും കണ്ടേക്കാം. പക്ഷേ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് ഈ ദല്ലാൾ പണി ചെയ്യുന്ന ഒരാളാണ് പിണറായി വിജയൻ. അല്ല, ഇതിനകത്ത് ഇവർക്ക് ഈ പുള്ളിക്ക് ഒരു കമ്മ്യൂണിസവും ഇല്ല, ഒരു ആ തരത്തിലുള്ള യാതൊരു ഇതെല്ലാം ഒരു ഇസം പറഞ്ഞിട്ട് ആളുകളെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ നടക്കുന്നത്. ഇത്രയേറെ കേരളത്തിലെ ജനതയെ ഒരു ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ഒരാൾ വേറെ ഉണ്ടോ? അല്ല, അത് മാത്രമല്ല, ഈ ഈസ്റ്റേൺ കമ്പനിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സമരങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ തൊഴിലാളികളുടെ ജീവനക്കാരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പുള്ളിക്കാരനെ മറയായി നിർത്തിയതെന്ന് ആണ് പറയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതെ, അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പം ഈ ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും അടപ്പിച്ച് കളയുന്നൊരു അതിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു സാധനമാണല്ലോ ഇവർ ഈ CITU എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എളമരം കരീമിനെ പോലെ ഒരാളെ വെച്ചിട്ട് എളമരം കരീമും തൊഴിലാളി സംവിധാനമായിട്ട് എന്ത് ബന്ധമുള്ള ആളാണ്? അയാൾ തൊഴിലാളിയാണോ? അല്ല, മാവൂർ ഗോളിയൂർ റേവൺസിൽ തൊഴിലാളിയായി വന്നതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. അവസാനം അത് പൂട്ടിച്ചിട്ടാണ് പുള്ളി അവിടെ നിന്ന് പിന്മാറിയത്. അത് പൂട്ടി ഇതിൻ്റെ ഭാഗമായിട്ട് പുള്ളി വലിയ മുതലാളിയായി, MP ആയി. അതെ, എല്ലായി. അപ്പം ഇത്തരം ക്രമീകരണങ്ങൾ വേണ്ടി ഇവരുടെ എല്ലാം സ്വാർത്ഥ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ജനതയെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കൊടിയ വഞ്ചന നടത്താൻ വേണ്ടി ഈ അദ്ദേഹം നമ്മുടെ മാർക്സേ ഒരു സാധനം എഴുതി ഉണ്ടാക്കുന്നു. പുള്ളി അടുത്തുള്ള വീട്ടുകാരനോടുള്ള അസൂയ കൊണ്ട് ഉണ്ടാക്കിയ സാധനമുള്ളത് കമ്മ്യൂണിസ്റ്റ് എഴുതി ഉണ്ടാക്കിയത്. അപ്പം അത് ഏറ്റവും നന്നായിട്ട് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബംഗാളിലൊന്നും പോലും ഇത്രയും അവർ ഇങ്ങനെ ഒരു വലിയ കൊള്ള നടത്തിയതായിട്ട് അറിയില്ല. ഇപ്പം ബുദ്ധദേവൻ്റെ സമയത്തായാലും അതിന് മുമ്പുള്ള ജ്യോതിബാസുവിൻ്റെ സമയത്തായെങ്കിൽ പോലും ഇത്രയും വലിയ കൊള്ള നടന്നിട്ടില്ല. അവിടെ അവർക്ക് വിവരമില്ലായ്മ കൊണ്ടും അവരുടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ടും അവിടെ ഇത് പരാജയപ്പെട്ടു പോയി. ജനജീവിതം ഒരു ദുസ്സഹമാക്കി കളഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെയാണ് മണിക് സർക്കാർ ത്രിപുരയിലും ചെയ്തത്. അവിടെ ഇത് തന്നെയായിരുന്നു സ്ഥിതി. പക്ഷേ പുള്ളിയുടെ ഭാര്യ വലിയ ബിസിനസ്സുകാരിയാണ്. അതെ, മണിക് സർക്കാർ അവിടെ സൈക്കിൾ നടക്കും, ഭാര്യ BMW നടക്കും. അതാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവര്
അപ്പോൾ ഇതിന് പറയുമ്പോൾ എന്താ പറയുന്നത്, മക്കൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് അച്ഛൻ എന്ത് ചെയ്തു, പഴച്ചു, എല്ലാം പിഴയ്ക്കുകയാണ്. അതുപോലെ ഭാര്യ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് ഭർത്താവ് എന്ത് പഴച്ചു, അതേ പണിയല്ലേ ഇവിടെ കമല കാണിക്കുന്നത്. അതെ, ഇദ്ദേഹത്തിൻ്റെ അവിടെ ഒരു സ്കൂളിലെ LP സ്കൂളിലെ ടീച്ചർ ആയിട്ട് വന്ന കമല എന്ന് പറയുന്ന ഒരു സ്ത്രീ, എത്രയോ ലക്ഷക്കണക്കിന് ഇവിടെ അധ്യാപകരുണ്ട്. എൻ്റെ അമ്മ അധ്യാപികയായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു ബിസിനസ്സുകാരിയായി മാറാൻ എൻ്റെ അമ്മയെ കൊണ്ട് പറ്റിയിട്ടില്ല. അല്ല, അത് അവരുടെ പെൻഷൻ കൊണ്ടാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു കമ്പനി പോലും തുടങ്ങിയത്. അപ്പോൾ എത്ര ലാഘവത്തോടെയാണ് ഒരു ആളുകളെ. അപ്പോൾ ഈ CPM-നെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അതല്ലാത്തവരും അവരും എല്ലാം വെറും വിഡ്ഢികളാണ് യഥാർത്ഥത്തിൽ. ഈ വിദ്യാഭ്യാസം കൂടിയാൽ അങ്ങനെ ഒരു അപകടം കൂടെ ഉണ്ടാവും. അല്ല, വിദ്യാഭ്യാസം എന്ന് കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഇടതുപക്ഷത്തുള്ള CPM-ലുള്ള പല നേതാക്കന്മാരും അഡ്വക്കേറ്റുമാരാണ്. അഡ്വക്കേറ്റ് A. റഹീം, അഡ്വക്കേറ്റ് ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ലോ അക്കാഡമിയിൽ നിന്ന് ഒരു ബിരുദം കിട്ടുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നമുക്ക് അവരുടെ കാര്യത്തിൽ പറയാൻ കഴിയില്ല. അത് SFI ആയിട്ട് SFIയിൽ പ്രവർത്തിക്കുന്നു, പരീക്ഷ പോലും എഴുതാതെ. ഇപ്പോൾ ആർഷോയ്ക്ക് പോലും ഇത് കിട്ടിയ ഒരു ഇതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, പലരും വിസ്മരിച്ച ഒരു കാര്യം കൂടിയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട് ഉള്ള മാസപ്പടി കേസ് ഉയർന്നു വന്നപ്പോൾ ഈ CMRL നിന്നും മാത്രമല്ല മറ്റു പല കമ്പനികളിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയതായിട്ട് അന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷെ പിന്നീട് ഒരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തില്ല. എന്ന് മാത്രമല്ല, മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരുണ്ട്. ഈ പറയുന്ന സാന്താ മോണിക്ക എന്ന് പറയുന്ന വിദേശത്തേക്ക് കുട്ടികളെ കടത്തിവിടുന്ന ഒരു സ്ഥാപനമുണ്ട്. കോട്ടയം കേന്ദ്രീകരിച്ച് വന്നതാണ്. മലയാള മനോരമയൊക്കെ അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്തതാണ്. കാരണം മനോരമ പരസ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം ചില പണികൾ അവർ കാണിക്കാറുണ്ടല്ലോ. അങ്ങനെ മനോരമയുടെ ഒരു പിന്തുണയോടെ വന്ന ഒരു സംവിധാനമായിരുന്നു അത്. അപ്പം അവർ അതിനകത്തൊരു ഡെന്നീസ് ജോസഫ് എന്നുള്ള ആളുണ്ട്. അപ്പോൾ ഈ ഡെന്നീസ് ഭയങ്കരമായിട്ട് ഈ വീണയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഡെന്നീസ് ഇപ്പം അതിനകത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഡെന്നീസ് തുടങ്ങിയ ഡെന്നീസ് ഇപ്പോൾ വേറെ ഡെന്നീസാണ് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ളത്. പക്ഷേ ഈ തുടങ്ങിയ ആൾ, അത് ഈ ഇവിടുന്ന് കോട്ടയം മേലക്കാരനാണ്. എനിക്കൊന്ന് കരിങ്കുന്നത്തും അയാൾക്ക് എന്തോ ബന്ധമാണെന്ന് തോന്നുന്നു. അപ്പം അയാളിപ്പോൾ ഹിമാലയത്തിലേക്കൊക്കെ പോയി ഇതെല്ലാം ഞാൻ എല്ലാം ജീവിതം ത്യജിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടൊരു ഒരു ലൈനൊക്കെയാണ് ഈ ഡെന്നീസ്. അപ്പോൾ ഡെന്നീസിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ട്, നമുക്ക് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടർ അനിൽ പറഞ്ഞിട്ട് ഞാനിത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഡെന്നീസിനെ ജപ്പാനിൽ കൊണ്ടുപോയത് ഡോക്ടർ അനിലാണ്. അപ്പം ജപ്പാനിൽ ചെന്ന് അയാളവിടെ ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഡെന്നീസ് ഒരു പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളല്ല. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പോയി ഇടപെടും എന്നുള്ളതല്ലാതെ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈ കാര്യത്തിലും അതാണ് ഉണ്ടായത്. ഇത് ഡെന്നീസ് തുടങ്ങി വെച്ച് ചെറിയൊരു രൂപത്തിൽ തുടങ്ങിയൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ജ്ഞാനായ വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഒരുപാട് പേര് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ആശ്രയിച്ച് തുടങ്ങിയൊരു സാധനമാണ്. പക്ഷെ അത് പിന്നീട് മനോരമ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള പരസ്യം കൊടുത്തു. വർഷത്തിൽ ഒരു തവണയൊക്കെ അവർക്ക് പൈസ കൊടുത്താൽ മതി മനോരമയ്ക്ക്. അങ്ങനെയൊക്കെ ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ പരസ്യം കൂടുതൽ വരുന്തോറും ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ എന്ന് പറയുന്ന പോലെ ഓഫീസുകൾ അല്ല ഈ ക്ലാസ്സുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. വലിയ ഇപ്പം അറിയാമല്ലോ, നെടുമ്പാശ്ശേരിയിൽ നിന്നൊക്കെ 7000 പേരെയൊക്കെയാണ് ഒറ്റയടിക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ ഉള്ളൊരു സംവിധാനം ഇവിടെ സുഗമമായിട്ട് ഇവരുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് വീണയ്ക്ക് പൈസ കൊടുത്തോണ്ടിരുന്നു. ഈ കരിമണൽ കർത്ത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും രണ്ടാമത് പൈസ കൊടുത്തിട്ട് അതെന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ചയാകുന്നില്ല? പുറത്തൊന്നും വാർത്തകൾ അതേക്കുറിച്ച് വന്നില്ല. ED പോലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥർ. പക്ഷെ അന്ന് വാർത്തകൾ വന്നിരുന്നു. അല്ല, ഇവർക്കെതിരെയുള്ള ചില പരാതികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. വിട്ട കുട്ടികളുടെ പ്രശ്നങ്ങൾ, അവിടെ പല കുട്ടികളെയും വിട്ടിട്ട് അവർക്ക് ഒന്നും പ്രോപ്പറായിട്ട് അവർക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പരാതികളുണ്ട്. അതിപ്പം ഈ വിഷയത്തിൽ ഇപ്പം ഈ വീണയുടെ പ്രശ്നം വന്നപ്പോൾ ഇവരുടെ പേരും വരുന്നുണ്ട്. ഇവരുടെ പേരിപ്പോൾ വരും, പേര് വരും. പിന്നെ കാരണം അത് വീണയുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയേക്കുന്നല്ലേ. അതെ. വീണ എത്രയോ ദിവസങ്ങൾ ഇയാളുടെ അതിഥിയായിട്ട് താമസിച്ചിട്ടുണ്ട്. ഈ ഡെന്നിസിൻ്റെ അതിഥിയായിട്ട്. പിന്നെ കോട്ടയത്ത് ഇവിടെ എറണാകുളത്ത് അബാദ് ഹോട്ടലിൽ എത്രയോ ദിവസങ്ങൾ വീണ താമസിച്ചിരിക്കുന്നു. അത് ശരി. അതൊക്കെ കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. അല്ല, നമ്മൾ ചടി സുഹൃത്ത് പറയുന്ന ഒരു ആരോപണമൊന്നുമല്ല, അതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. സാന്താ മോണിക്കയും വീണയായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ഇതൊരു കേരളത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട്
ഏതെല്ലാം മേഖലയിൽ ഇവർക്ക് ഈ 10 വർഷത്തിന് മുമ്പും CPM ഈ കൊള്ള തന്നെ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ. പക്ഷെ അത് ഒന്ന് ഈ ജനകീയാസൂത്രണം വന്ന സമയത്ത് നമ്മുടെ നയനാരാണ് നയനാരുടെ കാലത്ത് അന്നാണ് ഇവർ ഈ അഴിമതി ഒന്ന് ജനകീയമാക്കിയത്. അതുവരെ ഇത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതൊരു പഞ്ചായത്ത് ലെവലിലേക്ക് കൂടെ കൊണ്ടുവന്നു. ഇപ്പം അതിനുശേഷം നോക്കിക്കോ, ഒന്ന് ആലോചിച്ച് നോക്കിയോ. നിങ്ങൾക്ക് ഇപ്പം സുമേഷിക്ക് അടുത്ത പരിചയമുള്ള പഞ്ചായത്ത് നോക്കിയോ, അവിടെ LDF-ഉം UDF-ഉം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആരെങ്കിലും ഒരാളായിരിക്കും ഭരിക്കുന്നത്, പക്ഷേ ഇവർ എല്ലാം ഒരുമിച്ചാണ്. അന്തർധാര സജീവമാണ് എല്ലാം. അതെ, അന്തർധാര സജീവമാണ്. അപ്പം ഇവരുടെ ഈ ഒരു മനോനില വളരെ ക്ലിയർ ആയിട്ട് പണ്ടേ മനസ്സിലാക്കിയ ആളാണല്ലോ സത്യനന്ദിക്കർ സാർ. അതുകൊണ്ടാണല്ലോ സന്ദേശം. അതെ അതെ, അത് ശ്രീനിവാസനാണ് സത്യനന്ദിക്കർ സാർ, അതിന്റെ ഡയറക്ടറാണ്. അതെ അതെ, ശ്രീനിവാസനാണല്ലോ. പുള്ളി കണ്ണൂരായതുകൊണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. അത് എത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു ശ്രീനിവാസൻ എന്ന് നമ്മൾ ഓർക്കണം. അതെ 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 അതെ. അപ്പം അതുകൊണ്ട് ഇവർ കാണിക്കുന്ന ഇത്തരം കൊള്ളകൾ ഇദ്ദേഹത്തിന്റെ കാലമായപ്പോഴത്തേക്കും ഈ ജനകീയ കൊള്ളയെന്ന് കുറച്ചുകൂടെ ഒന്ന് പരിഷ്കരിച്ച് പുള്ളിയുടെ വീട്ടിലേക്ക് ഒതുക്കി. മറ്റുള്ളവർ നടക്കുന്ന പരിപാടികൾ അങ്ങ് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ 10 വർഷത്തെ ഭരണം കിട്ടിയപ്പോഴേക്കും ഇത് പുള്ളിയുടെ കുടുംബത്തിലേക്ക് ഇതിൻ്റെ ഒരു സമ്പത്ത് മുഴുവൻ അങ്ങോട്ടേക്ക് അടിഞ്ഞുകൂടാനുള്ളൊരു അവസരം ഉണ്ടാക്കി വെച്ചു. അത് എത്ര ഇപ്പം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ജയലളിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കരുണാനിധി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലിത്തീറ്റ കൊമ്പുണ്ടല്ലോ, എത്രയോ വർഷമകത്ത്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ, മനീഷ് സിസോദിയ, അങ്ങനെ എത്രയോ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. അതിന് ഉത്തരവാദി BJP ആണല്ലോ. നമ്മൾ നല്ല സംസാരിച്ചൊരു വിഷയം തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ ഇന്നലെ ഇപ്പോൾ സ്വപ്ന ജാമ്യം എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴേ സ്വപ്ന പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്കെതിരെ എല്ലാ എവിഡൻസും ഉണ്ട്. എല്ലാ എവിഡൻസും ഉണ്ടായിട്ട് പോലും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനോ ഇവിടെ ഇവരെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം SIT ഉണ്ടാക്കുന്നവരാണല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി SIT ഉണ്ടായിക്കൂടെ? തീർച്ചയായും ഇത്തരം പോലീസുകാരല്ലേ? അല്ല, SIT ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ. ഈ ലാവ്ലിൻ കേസ്, പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് 3-4 കൊല്ലങ്ങളായി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനൊരു അന്ത്യമില്ല. ഇതേ പിണറായി വിജയൻ്റെ പാർട്ടിയാണ് ബാലകൃഷ്ണപിള്ള സാറിനെ ഇടമലയാർ കേസിൽ ജയിലിലിട്ടത്. അപ്പോൾ ഇവരിതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കെതിരെ അനങ്ങാൻ ഒരാൾക്കും പറ്റുന്നില്ല. പേടിയാണെന്ന് കരുതില്ല. പിണറായി വിജയനെയൊക്കെ സംബന്ധിച്ച് BJP സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വെറും ഒരു അശു ഒന്നുമല്ല. പക്ഷേ കിട്ടിയതിലൊരു പങ്ക്, ഉള്ളതിൽ പങ്ക് ചിലപ്പോൾ കൊടുത്തിരിക്കാം. ഇവിടെയുള്ളവർ വാങ്ങുള്ളൂ. കാരണം മുകളിലുള്ളവരൊക്കെ കുറച്ചുകൂടെ ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവരാണ്, പിന്നെ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ളവരാണ്. കേരളത്തിൻ്റെ ഒരു പൊതു രീതി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു പൊളിറ്റിക്കൽ ക്ലാസ് രൂപപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് ഇവർ പരസ്പരം എല്ലാവരും ഒന്നാണ്. ഒരു ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലോ അല്ല ഇസങ്ങളുടെ പേരിലോ ഒന്നും ഇവരാരും മാറി നിൽക്കുന്നില്ല. എല്ലാം ഒറ്റ ഇസമുള്ളൂ, പണം ഉണ്ടാക്കുക എന്നുള്ള ഇസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ക്രമീകരണം കൊണ്ടാണ് ഇവർ നടക്കുന്നത്. അതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. അതിശക്തമായ ചില മൂവ്മെൻറ്റുകൾ ഉണ്ടായാലേ ഇതെല്ലാം നേരെയുള്ളൂ. ഇവിടുത്തെ മയക്കുമരുന്നിൻ്റെ പ്രശ്നം, യുവാക്കൾ മുഴുവൻ മയക്കുമരുന്നിന് അടിമയായി പോയി. അതൊക്കെ ഇവർ ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ച ഇടപെടാണ്. കുട്ടികളെ അതുപോലെ ഇത്രയും ഡാമേജ് ഒരു യുവതയ്ക്ക് ഉണ്ടാക്കി വെച്ച ഒരു ഗവൺമെൻറ് പറയില്ല. അല്ല, തലയ്ക്ക് വെളിവില്ലെങ്കിൽ മാത്രമേ, തലയ്ക്ക് വെളിവുള്ള ആരും ഇവരെ കൂടെ നിൽക്കില്ലല്ലോ. തലയ്ക്ക് വെളിവില്ലാതാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ ചെയ്തു. എല്ലാ ക്വാളിറ്റികളും എല്ലാ ട്രഡീഷണൽ വാല്യൂസും ഈ സമൂഹത്തിൻ്റെ നശിപ്പിച്ച് കളയത്. അതെ. അപ്പോൾ അതിന് ഈ ചിന്താ ജെറോം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വെറും ഒരു ലോ ലെവൽ ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് ഇവർ കുട്ടികളുടെ മനസ്സിൽ വേറെ ഒരു ഈ ഇത്തരം അധമ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അതാരാ ഉള്ളത് ഇതിനകത്ത്? ഏതെങ്കിലും ക്വാളിറ്റിയുള്ള ഒരാളുണ്ടോ? ഒരാളെ എടുക്കുന്നില്ലല്ലോ. ഒരാൾ പോലും ഇല്ല. ഇല്ലാത്തൊരവസ്ഥ. അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു, എല്ലാ സങ്കല്പങ്ങളെയും നശിപ്പിച്ച് കളയുന്നു. ഇപ്പോൾ ഹിന്ദുയിസം എന്ന് പറയുന്നത് വലിയ അപകടമാണ് എന്നുള്ളൊരു സാധനം ഇവർ കൊണ്ടിരുന്നുണ്ട്. ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു സംവിധാനമല്ല ഈ മുസ്ലിം സംവിധാനം. ഒരു കാര്യം മനസ്സിലാക്കൂ, ഇവർ ദൈവത്തിൻ്റെ വലിയ ആളുകളാണെന്ന് പറയുകയും ദൈവത്തിന് കൈപ്പിഴ പറ്റി എന്നുള്ള രൂപത്തിലാണല്ലോ ഇവർ ഈ കുട്ടികൾക്ക് സുന്നത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്ത് ദൈവവിശ്വാസികളാണ്? ഇവർക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടായാൽ ദൈവത്തിന് തെറ്റ് പറ്റുമോ? ദൈവത്തിന് പറ്റിയേക്കുന്ന തെറ്റ് തിരുത്താനായിട്ട് ഇവന്മാർ ഇറങ്ങി തിരിച്ചേക്കുക. അപ്പോൾ എന്ത് തോന്നിയ കാണിക്കുന്നത്?
അല്ല അത് മാത്രമല്ല ലോകത്ത് എവിടെ ഒരു ഇത്തരം തീവ്രവാദം ഉണ്ടെങ്കിലും അത് അവരെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ. അതെ അതെ അതെ. മറ്റൊരു ഇതും അങ്ങനെ നമുക്ക് ഇവര് ഒരു അഗ്രസീവായിട്ടുള്ള ജനത ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവനെ അങ്ങേയറ്റത്തെ വേദന എടുപ്പിച്ച് അവനെ രക്തത്തിനോട്ടുള്ള മടി മാറ്റി ഇങ്ങനെ ഇത്ര ഭീകരമായ ഒരു അവസ്ഥ കൂടെ ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് വരുവാണ്. അപ്പൊ പിന്നെ അവന് ആരോടും ഏറ്റുമുട്ടാൻ മടിയില്ല. എന്ത് തോന്നുന്ന ദിവസം കാണിക്കാൻ ഇപ്പോഴാണ് അത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. പക്ഷെ മുമ്പ് കാലത്ത് അങ്ങനെ ലഭിച്ചാത്തി ഉരച്ച് തേച്ച് മുറിച്ചെടുക്കുന്ന പണിയല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു വളരെ ഒരു മനോനില തകരാറിലാക്കിയ ഒരു ജനത ഉണ്ടാക്കിയെടുക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അതിനെതിരെ ഇവർക്ക് കൊല്ലം ഒരക്ഷരം മിണ്ടാനുണ്ടോ? മിണ്ടിക്കഴിഞ്ഞാൽ മിണ്ടുന്നവനകത്താവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർ മിണ്ടിയാലത് ഇവരെന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അത് സംസാരിക്കാനുള്ള ശേഷിയില്ല ഇവിടെ ഇവർക്ക്. ഈ EMSന്റെ കാലം വരെയൊക്കെയാണ് ഇതൊക്കെ തോന്നിയ ദിവസമാണെന്ന് കുറച്ചെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ശരീരത്ത് നിയമങ്ങൾ അല്ല വേണ്ടത് എന്നൊക്കെ EMS പറയുമായിരുന്നല്ലോ. അന്ന് ഇവർക്കൊക്കെ EMSനെ പേടിയായിരുന്നുകൊണ്ട് ഇവരും ഉണ്ടായിരുന്നു. ആരെ? നമ്മുടെ പിണറായിയൊക്കെ. അത് കഴിഞ്ഞ് EMSന്റെ കാലം കഴിഞ്ഞു. അപ്പോഴേക്കും ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നു. ഇവർക്കറിയാം EMS ഒരു ചെറിയ കാലം കൊണ്ട് തീർന്നു നിൽക്കുന്ന ആളാണെന്ന്. അതുകൊണ്ട് അന്ന് ഇവർ അനങ്ങാതിരുന്നു. എന്നിട്ട് EMSന്റെ കാലത്തിന് ശേഷം ഇവരുടെ ഈ പിണറായി ഉൾപ്പെടെയുള്ള ആളുകളെ തന്നെ കയ്യിലെടുത്തു. എന്നിട്ട് ഈ തോന്നിയ ദിവസം മുഴുവൻ ഇവർ നടപ്പാക്കുന്നു. കാരണം മുസ്ലിം തീവ്രവാദികളുടെ അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ലെവലിലല്ല. അവർ വളരെ വൈഡായിട്ട് അതിനെക്കുറിച്ചെല്ലാം കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അത് എത്ര വർഷം വേണമെങ്കിലും കാത്തിരുന്ന് ആ ഒരുക്കങ്ങൾ നടത്താൻ അവർ തയ്യാറാണ്. വേറെ 1500 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംവിധാനമാണുള്ളത്. അല്ലാതെ ഭൂമി ഉണ്ടായി എന്ന് പറയുന്നതില്ലല്ലോ. അപ്പം ആ ഒരു സംവിധാനത്തിൽ വേറൊരു കൊള്ളസംഘം ഇവരുണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ എത്ര പേര് ഇതിനകത്തിരിക്കുന്ന നല്ല ആളുകളല്ലേ ഇതെല്ലാം തോന്നിയ ദിവസമാണെന്ന് പറയുന്ന ആളുകളെ ഇവർ ജീവിക്കാൻ സമ്മതിക്കുമോ? അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചടങ്ങിൽ പങ്കെടുത്തവിടെ ഒരു ഉസ്താദ് വന്നിരുന്നു. അദ്ദേഹമൊക്കെ എന്ത് വളരെ ഇതായിട്ട് സംസാരിക്കുന്നു എന്നറിയാം. എന്ത് വളരെ മനോഹരമായിട്ട്. അവർക്ക് ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ പാളയം ഇമാം അദ്ദേഹം വന്നിരുന്നു. അവർക്ക് അങ്ങനെയൊന്നുമില്ല. എന്ത് മനോഹരമായി അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷേ അവരെ പോലെയുള്ളവരെയൊക്കെ അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെയുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പൊതുവേ ഇതിനെതിരെ സംസാരിക്കുന്ന ആരിഫ് ഹുസൈൻ. ആരിഫിനെ എന്തെങ്കിലും മിണ്ടാൻ സമ്മതിക്കുമോ? അല്ല എന്തെങ്കിലും ആക്രമണങ്ങൾ അയാൾക്കെതിരെ നടത്തും. പോലീസിന്റെ അകമ്പടിയോട് കൂടിയാണ് അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് വേണ്ടത് ഈ മദനിയെ പോലുള്ള ആളുകളാണ്. ഈ അങ്ങേയറ്റത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും തീവ്രവാദം കൊണ്ടുവരികയും ചെയ്യുന്ന മദനിയെ പോലുള്ള ആളുകൾ മതിയല്ലോ ഇവർക്ക്. അതിനെല്ലാം CPM സപ്പോർട്ട് ചെയ്യുന്നു. CPM മാത്രമല്ല കോൺഗ്രസ് ഒരു പരിധി അല്ല കോൺഗ്രസിന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. പക്ഷേ CPMനെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുള്ളൂ. നമ്മളെല്ലാം ഇത്തരം കാര്യം പറഞ്ഞാൽ ഇവർ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഈ രാജ്യം ലോകം മുഴുവൻ നേരെയാക്കാൻ വേണ്ടി തിരിച്ചേക്കുന്നൊരു സംവിധാനമുള്ളത്. അപ്പോൾ ആ കോൺഗ്രസ് പിന്നെ അങ്ങനെ അവകാശവാദങ്ങളൊന്നുമില്ലല്ലോ. അവർക്ക് എന്താണെന്ന് നമുക്കൊരു ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെ മറ്റവരെ എടുക്കുമ്പോൾ ഇവരെ തിരഞ്ഞെടുത്തോളൂ, ഞങ്ങളിങ്ങനെ ചുമ്മാ നിന്ന് കൊടുത്താൽ മാത്രം മതി എന്നുള്ളൊരു ലെവലിലുള്ള അവരുടേത്. ഇപ്പം തന്നെ ഇതെങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്? ഇവരുടെ കഴിവുണ്ടല്ലോ. അല്ല ഇവിടെ ഈ NIA കേരളത്തിൽ വന്നതുപോലെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ മാത്രമേ അറിയൂ ഇവിടെ ഇങ്ങനെ ഒരു ആൾക്കാർ ഉണ്ടെന്നുള്ള കാര്യം. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സംഭവിക്കുന്നതായ വാർത്തകൾ വരുന്നില്ല. കൂടുതൽ അന്ന് TP സെൻകുമാർ പറഞ്ഞതാണ് ഇത് കേരളം തീവ്രവാദികളുടെ ഒരു ഹബ്ബാണ്. ഈ വിരമിക്കൽ പ്രസംഗത്തിൽ അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ പറഞ്ഞതാണ് ഇവിടെ ഈ ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുണ്ട്, തീവ്രവാദത്തിൻ്റെ സ്ലീപ്പർ സെല്ലുണ്ട് അതൊക്കെ. പക്ഷെ അതൊന്നും വലിയ ഗൗരവത്തിലെടുക്കുകയോ ചർച്ചയാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞവരെ അപമാനിച്ചു എന്നുള്ളതല്ലാതെ പറയുന്ന ഇപ്പം സെൻകുമാർ സത്യം പറഞ്ഞു, സെൻകുമാറിനെ ചാണകം അല്ലെങ്കിൽ സംഘി എന്ന് പറഞ്ഞ് അത് വായടപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് നിരന്തരം NIA എന്ന് ഓരോരുത്തരെ തൂക്കിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ അതൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല. ഒറ്റ ചോദ്യം കൂടി ചോദിച്ചു നിർത്താം, കാരണം അങ്ങ് തിരക്കിലാണെന്ന് എനിക്കറിയാം. ഈ ജന്തർ മന്ദിർ അങ്ങ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ജന്തർ മന്ദിറിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞു വരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായി, ഒരു വിഷയം ഉണ്ടായി. അത് തീർച്ചയായും അതിനൊരു പരിഹാരം കാണേണ്ടതാണ്. അത് ആദ്യത്തെ ഒരു അഴിമതിയോ അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവമല്ല. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരുടെ യുവജന സംഘടനകൾക്കോ വിദ്യാർത്ഥി സംഘടനകൾക്കോ സമരം ചെയ്യാം. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അമേരിക്കയിലിരുന്ന അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമത്തിലൂടെ കുറേ പേരെ ഒരു ചേർക്കുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പ് വളർന്നവൻ നാട്ടിലേക്ക് വരുന്നു. പിന്നെ നടന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത യുദ്ധസമാനമായ സാഹചര്യമാണ്. അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പങ്കാളികളാകുന്നു. അപ്പോൾ എന്താണ് അങ്ങ് ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാളാണ്, എന്താണ് അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡൽഹിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ വസതി ഇരിക്കുന്ന മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. അത് വളരെ നേരത്തെ തന്നെ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച് ഈ കോൺഗ്രസിൻ്റെ സമയത്ത് തന്നെ തീരുമാനമെടുത്ത ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത്തരം ഈ പാർലമെൻറ്റ് സ്ട്രീറ്റിൻ്റെ അടുത്തൊരു ഏരിയ ഇത്തരം പ്രകടനങ്ങൾ നടത്താനും എല്ലാമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്.
കാരണം ഇവർക്ക് ഈ പ്രകടനം നടത്തേണ്ട ഒരു പരിപാടിക്കാരാണല്ലോ, അപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് നടത്തിക്കൂടും എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ കേരള ഹൗസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗം അവിടെയാണ് ഇതിന് അശോക റോഡിൽ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ സംവിധാനങ്ങൾ. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, ഇതൊരു വലിയൊരു സിസ്റ്റമാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് വന്ന് ഇത്രയും ഒരു വലിയ ജനക്കൂട്ടത്തിനെ കൊണ്ടുവന്നിട്ട് ഈ നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കളിക്കുമ്പോൾ ഇത് ശുദ്ധ തെമ്മാടിത്തരല്ലേ കാണിക്കുന്നത്. അടി കൊടുക്കാതെ എന്താ ചെയ്യേണ്ടതിന്? അപ്പോൾ രാജ്യത്തിന് സുരക്ഷ ആവശ്യമില്ലേ? ഇയാൾ കുറേ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ തോന്നിയാസം കാണിച്ച് നിൽക്കുമോ? രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ വേറെ വിദേശ രാജ്യത്ത് എവിടെയായിരുന്നു, പക്ഷെ ഇന്നലെ വന്ന് പ്രശ്നമുണ്ടായി. പക്ഷെ അതിന് മുമ്പേ ഈ അഭിജിത്ത് ദീപ്ക എവിടെയുണ്ട്? ഉണ്ട് അയാൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് മറ്റേ ഈ നിരാഹാരം കിടന്ന സൂചിയുടെ കാര്യം അറിയാലോ, അയാൾ അങ്ങേയറ്റത്ത് രാജ്യവിരുദ്ധനാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാൾ, ഒരു ഏജന്റാണ്. അപ്പോൾ ഇത്തരം ഏജന്റുമാരുടെ കളിക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് പോലെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ച് തന്നു എന്നാണല്ലോ പറയുന്നവർ. അപ്പോൾ അത്ര ഒരു ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ശുദ്ധ തെമ്മാടിത്തരമല്ല കാണിക്കുന്നത്. അപ്പം എങ്ങനെയും പ്രശ്നങ്ങളുണ്ടാക്കാം. ഇപ്പം MA ബേബിയും ബ്രിട്ടാസും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വെറും ഒരു അങ്ങേയറ്റം രാജ്യവിരുദ്ധത മാത്രമായിട്ട് നടക്കുന്നവരാ. അവരെ സംബന്ധിച്ചൊന്നും ഒരു മാറ്റമല്ല. അവർക്ക് ഇന്ത്യയായിട്ട് അവർ കാണുന്നില്ല. ഇത് ഇവിടെ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക, കൊള്ളയടിക്കുക, ഇത് മാത്രമേ അവർക്ക് പദ്ധതിയുള്ളൂ. പക്ഷെ കോൺഗ്രസ് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അവരുടെ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ്. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലെയുള്ളവരൊക്കെ ഇത്തരത്തിൽ ഒരു വളരെ മോശമായി പെരുമാറുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പോലും അവിടെ ചെന്ന് കുത്തിയിരിക്കുകയാണ്. കാര്യം അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അഭിജിത്ത് ദീപ്കെ എവിടെ നിന്ന് വന്നു, അയാളുടെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. കാരണം അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ കുറിച്ച് ഇത്രയധികം ആശങ്കയുണ്ടാകേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ. SFI ഉണ്ട്, KSI ഉണ്ട്, ABVP ഉണ്ട്. ശരി, ABVP BJPയുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവരെ മാറ്റി നിർത്താം. ഇതുണ്ടല്ലോ, NSC ഉണ്ടല്ലോ, അവർക്ക് അവരെക്കാളും വലിയ ഉത്തരവാദിത്തമാണോ എവിടെ ഇരിക്കുന്ന ഒരുത്തിനുള്ളത്? ഇതെല്ലാം ഗെയിം മാത്രമാണ്. ഇപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ ആളായിരുന്നല്ലോ ഇയാൾ. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആരാണ്? ഇത് ഇവിടെ അഴിമതിക്കെതിരെ സംസാരിച്ചു, അഴിമതി നടത്തരുത്, അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി വന്നവൻ ഏറ്റവും വലിയ അഴിമതിയുടെ കൂടാരമായി മാറിയില്ലേ? അതെ. മറ്റേ മദ്യ വിഷയത്തിൽ കർണാടക വരുന്ന ആന്ധ്രയിലെ മറ്റേ പ്രിയ എന്നാ മറ്റല്ലേ അവരുടെ പേര്, അവരെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ മദ്യശാലകൾ മുഴുവൻ അവർക്ക് തുറന്നു കൊടുത്ത് ഡൽഹിയെ നശിപ്പിച്ച് കളഞ്ഞല്ലേ അരവിന്ദ് കെജ്രിവാൾ. എത്രയായിരം കോടിയുടെ അഴിമതി നടത്തത്? ഇത് മണി സർക്കാരിന്റെ കാര്യം പറഞ്ഞില്ല, പുള്ളി സിൽപ്പർ ചെരുപ്പിട്ട് നടക്കും, പക്ഷേ പിന്നിൽ നടക്കുന്ന മറ്റു വാഗണർ കാറിൽ സഞ്ചരിക്കും. പക്ഷേ ഇയാൾ താമസിക്കാൻ വേണ്ടി 140 കോടിയുടെ വീട് അവിടെ ഉണ്ടാക്കിയത്. ഇപ്പം ഇയാൾ നമ്മുടെ മൊട്ടി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മറ്റേ ഫ്ലാറ്റ് സമുച്ചയത്തിനകത്തൊരു വീട് വാങ്ങിയിട്ടുണ്ട്. 9 കോടി രൂപയാണ് അതിൻ്റെ വില. ശരി. അപ്പം അത്രയും പണം ഇടുന്ന ഇയാൾക്ക് കിട്ടി. ഒരു NGO നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം ഒരു NGO നടത്തിക്കൊണ്ടിരുന്ന ആൾക്ക് അതിന് മാത്രം പണം ഇടുന്ന കിട്ടി. ഇയാൾക്ക് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കിട്ടുന്ന പൈസയ്ക്ക് കണക്കില്ലേ? അപ്പം ആയിരക്കണക്കിന് കോടിയുടെ കൊള്ളയാണ് ഇയാൾ നടത്തുന്നത് അവിടെ. അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് വന്നവനാണ്. അപ്പോൾ ഇവർ പറയുന്നതും ഇവരുടെ പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ശുദ്ധ തെമ്മാടിത്തരം മാത്രം കാണിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടുപിടിച്ചിട്ടാണ് ഇവിടുത്തെ 100 വർഷം പാരമ്പര്യമുള്ള കോൺഗ്രസ് ഇവരുടെ പുറകെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ അവിടെ പോയി നിന്നിട്ട് രാഹുൽ ഗാന്ധി നേരിട്ട് എന്നാൽ തന്നെ സമ്മതിക്കുമോ? അടി വെച്ച് കൊടുത്ത് ഓടിക്കലേ? കാരണം ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇതിന് പ്രോട്ടോക്കോൾ ഉണ്ട്, അത് പാലിക്കണ്ടേ? അല്ല, അത് എങ്ങനെയെങ്കിലും 2 തല്ല് കിട്ടട്ടെ, ഒന്ന് സ്റ്റാർ ആകട്ടെ എന്നുള്ള ഒരു നിലപാടാണ്. പക്ഷേ അത് വളരെ, കാരണം നമ്മൾ എല്ലാ കാലവും ഒരു BJP ഭരിക്കുന്നു, BJPയെ എതിർക്കാൻ അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു ശക്തമായ പ്രതിപക്ഷം വേണം, ആവശ്യമാണ്. അത് ആ ഒരു നിലയ്ക്ക് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് കോൺഗ്രസ്. പക്ഷേ ഈ CPM-നെ നമ്മൾ കരുതുന്നില്ല, അവരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ്. ഇത് വളരെ ഒരു ഇപ്പോൾ ഉണ്ടായ കുഴപ്പമെന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങോട്ട് ഒഡീഷയിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അവിടുത്തെ സ്റ്റേറ്റിൻ്റെ ചുമതലയും കൂടെ പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളി അങ്ങോട്ട് മാറാൻ നിന്നാണ്. ആ സമയത്താണ് ഈ വിഷയം വരുന്നത്. അതുകൊണ്ട് പുള്ളി ഇനിയിപ്പം ഉടനെ മാറ്റി നടക്കില്ല പുള്ളി. കാരണം ഇവന്മാരുടെ ഈ ഇപ്പോൾ ഉടനെ മാറ്റി കഴിഞ്ഞാൽ ഇവർ പറയുന്നു അതുകൊണ്ട് മാറി എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ. ഇത് ഈ സുമേഷ് മുമ്പ് പറഞ്ഞാണ് ശരി, എത്രയോ ലക്ഷോപലക്ഷം കോടിയുടെ അഴിമതികളിലൂടെ നടന്നേക്കുന്നു.
ഇതിനകത്ത് ശരിയാണ് ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്, അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. 150 കോടി ജനം ജീവിക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് കൃമികളും പാറ്റകളും പഴുതാരകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത് മുഴുവൻ ഒരാൾ മോദി എന്ന് പറയുന്ന ആൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതെ, അദ്ദേഹം പറഞ്ഞു അതിനെ അപലപിച്ചിട്ടുണ്ട്, അതിനുള്ള നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ്. ആ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചപ്പോൾ പറയുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അപ്പോൾ അത് രാജിവെക്കാന്നും കൂടെ പറഞ്ഞിരിക്കട്ടെ. അതിന് അടുത്ത ഡിമാൻഡ് വരും. അവസാനം പറയും മോദി രാജിവെക്കണം, എന്നിട്ട് എന്നെ പ്രധാനമന്ത്രിയാക്കണം. ഇതാണ് പരിപാടി. അപ്പോൾ ഇത്തരം വിഡ്ഢിത്തരം പറഞ്ഞു നടക്കുന്നവരെ ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണോ ഇവര്? ഇപ്പൊ സംശയം തോന്നുന്നു. കാരണം ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പലരും പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് അവിടെ. ഇതുപോലെ ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരൊക്കെ വന്ന് മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തന്നെ രണ്ട് കക്ഷത്ത് കൈയിട്ട് എഴുന്നേൽപ്പിക്കാൻ. അദ്ദേഹത്തിന് പറയുന്നത് എന്താണെന്ന് ഒരു പിടിയില്ല. ആരൊക്കെ എന്തൊക്കെ പറയുന്നു, പുള്ളി അതിനെല്ലാം തല കുലുക്കിയിരിക്കുന്നു. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവരുടെ ഒരു ജോലിക്കാരനെ പോലെ വെച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം ഇവരാരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഇമേജ് കുറയില്ല. അതുകൊണ്ട് ഒരു ദളിതായിട്ടുള്ള ഒരാളെ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. വേറെ ഒരു കഥ അതിനകത്തില്ല. അപ്പോൾ അത്തരം പണികളാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗതി അവസ്ഥ ഇതാണ്. അപ്പോൾ എന്തായാലും സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ HRDCൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലേക്കും വരണമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ അന്ന് പിണറായി വിജയൻ്റെ ഭരണത്തിലൊന്നും HRDCന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്ന സ്ഥിതിക്ക് കേരളത്തിലും HRDCൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനെല്ലാം ഇനി ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അന്ന് നമ്മൾ ഇവിടെ ഈ അട്ടപ്പാടിയിലേക്ക് വെച്ചിരുന്ന ഫണ്ടാണ് അത് നമ്മൾ ഒഡീഷയിലേക്ക് മാറ്റിയത്. അതിനൊക്കെ തന്നെ ഒരുപാട് ഈ ഫണ്ടിങ് ഏജൻസികൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കാണ് ഫണ്ട് തരുന്നത്. അത് പക്ഷേ നമ്മൾ പിന്നീട് അവർക്ക് വീണ്ടും റിക്വസ്റ്റ് കൊടുത്ത് ഒരുപാട് പണി ചെയ്തിട്ടാണ് അത് അങ്ങോട്ട് മാറ്റാൻ പറ്റിയത്. അപ്പോൾ ഇനി ഇവിടത്തേക്കായിട്ട് ഫണ്ട്. പിന്നെ വേറൊരു പ്രശ്നം, കേരളം ഒരു പൊതുവെ ഒരു പട്ടിണി, ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ ഇവിടെ പട്ടിണി ഇല്ലാന്ന്, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ ഫണ്ട് തരാൻ ഏജൻസികൾക്കും പറ്റാതെ വരും. ബുദ്ധിമുട്ടാവും അവർക്കും ബുദ്ധിമുട്ടാവും. ഇതെല്ലാം ഒരു സാങ്കേതികമായിട്ടുള്ള ഒരുപാട് ഇടപെടലുണ്ട്. അപ്പോൾ ആ നൂലാമാലകളിൽ പെട്ടിട്ട് കേരളത്തിലേക്ക് ഫണ്ട് ചോദിച്ചാൽ തരാൻ വലിയ പാടാണ്. ഇപ്പോൾ ജപ്പാൻ ഫണ്ടിങ് ഉണ്ട്. ജപ്പാൻ ഫണ്ടിങ് അവർ കേരളത്തിലേക്ക് തരില്ല. നോർത്ത് ഈസ്റ്റ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മേഘാലയയിലൊക്കെ ഓഫീസ് തുടങ്ങേണ്ടി വന്നതും. അതുപോലെ മണിപ്പൂർ ഇങ്ങനെയുള്ള മേഖലകളിലേക്കാണ് അവർക്കും താല്പര്യം. പിന്നെ അമേരിക്ക ഫണ്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യം എടുക്കുന്നത് നോർത്ത് ഈസ്റ്റാണ്. അതിന് പ്രധാന കാരണം അവിടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ്. ഇപ്പം മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 95% ആളുകളും ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീണ്ടും കാണാം നമുക്ക്. ഓക്കെ.